ഇത്രയെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഇനി എത്ര കാലം ജീവിക്കും പറയൂ ഡോക്ടർ? ചുമ്മാ ഇരുന്നാട്ടെ, അമ്മാവൻ ഇനിയും 100 വർഷം കൂടെ ജീവിക്കും. അത്രയ്ക്കൊക്കെ വേണോ സുമതി? അതെല്ലാം ദൈവസങ്കല്പം. മനുഷ്യജീവിതം തന്നെ ക്ഷണികമാണ്. ഇനിയുള്ള കാലമെങ്കിലും ആത്മശാന്തിയോടുകൂടി ജീവിക്കാൻ എന്റെ കൂടെ ആശ്രമത്തിലേക്ക് പോരും. നാട്ടിലുള്ളവരെ മുഴുവൻ കൃത്യമായി എടുപ്പിച്ച് കാൽവസ്ത്രം ധരിപ്പിച്ചിട്ടേ സ്വാമി സ്വർഗത്തേക്ക് പോവുള്ളൂ. ഈ സ്വാമിയാർ ആരാണ്? ഞങ്ങളുടെ സഹോദരിയുടെ ഭർത്താവ്, ഈ സുമതിയുടെ അച്ഛൻ. ജ്യേഷ്ഠന്റെ സുഹൃക്കേട് വരെ അറിഞ്ഞ് വന്നതാണ്. സഹോദരി മരിച്ചതിന് ശേഷം മനം നൊന്ത് ഈ ജീവിതമെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഡൽഹിയിൽ ഒരു ആശ്രമത്തിൽ പോയി. സ്വന്തം ഭാര്യയെ വിരട്ടിയോടിച്ച് ഞാനാണെങ്കിൽ വേദനയും രോഗവും സഹിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ കഴിയുന്നു. എല്ലാം മായ. ഒരു പാവപ്പെട്ട സ്ത്രീയെ പ്രലോഭിപ്പിച്ച് വശീകരിച്ച് അമ്മയാക്കിയ ശേഷം അന്ധകാരത്തിലേക്ക് തള്ളിയ ആ ബ്രഹ്മഹത്യാപാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചു തന്നെ തീരണം. ഇദ്ദേഹത്തെ പറഞ്ഞ് അധികം വിഷമിപ്പിക്കരുത്. റെസ്റ്റ് അധികം എടുക്കണം. പതിവ് പോലെ മരുന്നുകളും കഴിക്കാം ഡോക്ടർ. പക്ഷെ എന്റെ തീരാവ്യാധിക്കുള്ള ഒരേ ഒരു മരുന്ന് എന്റെ മരിച്ചുപോയ ലക്ഷ്മിയുടെ മകനെ കിട്ടുക എന്നതാണ്. പിന്നെ എന്റെ എല്ലാ രോഗവും മാറും ഡോക്ടർ. ചേട്ടൻ സമാധാനമായിട്ട് ഇരുന്നാട്ടെ, ഞാൻ എല്ലായിടത്തും അന്വേഷിക്കുന്നു. നിൽക്കൂ, ഞാനിപ്പോ വരാം. കുഞ്ഞെ, ഞങ്ങൾ ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം കുഞ്ഞെ? ഈ മാനക്കേടും കണ്ടുകൊണ്ട് ഞങ്ങൾ എത്ര നാള് ജീവിച്ചിരിക്കും എന്റെ പൊന്നു കുഞ്ഞെ. എന്തു മാനക്കേട്? ഗർഭം ഞങ്ങൾക്കല്ല. അത് കണ്ടോ? എന്നിട്ടും നിന്നെ കൊന്ന് കുഴിച്ചു കൊടുക്കും. ഈ സ്ത്രീ ഏതാ? ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങളാ. ഒരു ദിവസം നേരെ വെളുത്ത് നോക്കിയപ്പോ അവക്ക് ഗർഭമായിരിക്കുന്നു. വെളിയിൽ പറയാൻ കൊള്ളാമോ? ആരാണെന്ന് ചോദിച്ചില്ലേ? ഞങ്ങളുടെ കഷ്ടകാലത്തിന് അവൾക്ക് മിണ്ടാനും വയ്യ കുഞ്ഞ്. അവൾ ഊമയാ കുഞ്ഞ്. ഇത് മാനക്കെട്ടവളെ, നിന്നെയും കൊന്ന് വേണ്ട. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ കുഞ്ഞ് പറയുന്നത്? കുഞ്ഞൊക്കെ പറഞ്ഞാട്ടെ. വല്ല ആശുപത്രിയിൽ എങ്ങാനും കൊണ്ടുപോകണം. ഒരു 100 രൂപയെങ്കിലും കയ്യിലില്ലാതെ ആശുപത്രിയുടെ റോഡേ പോലും പോകാനൊക്കെ കുഞ്ഞ്. ആ, അതിന് സമാധാനം ഉണ്ടാക്കാം. നിങ്ങളുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താ. എന്നാൽ ഞാനും നിങ്ങളുടെ വീട്ടിലോട്ട് വരാം. അപ്പൊ കുഞ്ഞിനും ഞങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലോ ഇത് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോകാന്നാ മതി. നടേടി മുതലി. ഇതെന്താ അടുക്കള വഴി വീട്ടിനകത്ത് കയറുന്നത്? ഈ വയറ്റെണ്ണിയും കൊണ്ട് മനുഷ്യന്മാരുടെ മുഖത്തിറങ്ങി നടക്കാനൊക്കൂ? അയൽവക്കക്കാർ ആരും കാണാതെ എവിടെയും കൊണ്ട് ഞങ്ങൾ പ്രസവത്തിന് നടക്കുന്നത്. നല്ലൊരു കാലത്തിന് കുഞ്ഞിനെ കണ്ടുകിട്ടി. കുഞ്ഞിനെ ഇവളെയും കൂടെ ഈ നിലയ്ക്ക് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്ന അയലോക്കത്ത് നിന്ന് വല്ല തള്ളയും പിള്ളയും വന്ന് കണ്ടാൽ ഞങ്ങളുടെ കാര്യം അധോഗതിയാണ്. അയ്യോ, കരയണ്ട, ഞാൻ പണം തരാം. എത്ര വേണ്ട? ഇതാ 100 രൂപ. വേഗം കൊടുത്താൽ. നിങ്ങളുടെ പ്രസവം കഴിഞ്ഞ് എന്നെ അറിയിച്ചാൽ ഞാൻ വീണ്ടും സഹായിക്കാം. അല്ല, ഇതാരാ? നിങ്ങൾ ഈ പണി
പെണ്ണിനെ കൊണ്ട് വീട് പൊളിച്ച് അകത്ത് കയറിയോ? അമ്മ ചന്തയിൽ പോയി 5 മണിക്ക് ഇതാരാണോ ചോദിച്ചത്? നിങ്ങളാരാ? കൊള്ളാവല്ലോടി പെണ്ണെ, വീട്ടിനകത്ത് കയറുന്നതിന് മുമ്പ് അധികാരമായോ? എടാ, ഈ ഉർവശി ആരാന്നാ ചോദിച്ചത്? ഞാൻ പറയാം. ഇവിടുത്തെ ആ ഗർഭിണി പെണ്ണെ ഇങ്ങോട്ട് വിളിക്കണം. ഗർഭിണിയോ? ആർക്കാടാ ഇവിടെ ഗർഭം? അമ്മേ, ഇവരൊരു വലിയ പണക്കാരി ചുമ്മാ വീട് കാണാനായിട്ട് കേറി. ഇവിടെ വന്നപ്പം ഗർഭം എന്നൊരു സംശയം പറഞ്ഞു. ഇറങ്ങനെയാ വീട്ടില്? നിനക്കാണോടി ഗർഭം? എന്റെ ദൈവം തമ്പുരാനെ, ഞാൻ ഈ മാനക്കാരന് സമാധാനം പറയണോ? ഷട്ടപ്പ്! ഏയ് തള്ളേ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഇവരുടെ പെങ്ങളെ വിളിച്ച് ചോദിക്കണം. ഞാൻ പോയി തന്നെ വിളിച്ചോണ്ട് വരാം. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അതാമ്മ ഞാൻ ചോദിക്കുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാ അമ്മ ഈ നടക്കുന്നത്? ഇതാ നിൽക്കുന്നു, ചോദിക്കണം. ആ രാജു, നിനക്കാണോടാ ഗർഭം? എന്തൊക്കെയാണ് ഈ പെണ്ണ് പറയുന്നതിന്റെ അർത്ഥം? ഒന്നുമില്ല, മക്കളെ നേരെ ചൊവ്വെ വളർത്തിയാൽ മതി. പണം തട്ടിക്കാൻ നല്ല വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. പെൺവേഷം കെട്ടി ഗർഭിണിയാണെന്നും പറഞ്ഞ് നടക്കുകയാ. ഈ മര്യാദ കേട്ടിന് നിങ്ങളെ ഇപ്പോൾ തന്നെ പോലീസിൽ ഏൽപ്പിക്കും. ഞങ്ങൾ എന്തൊക്കെയാണ് ഈ പിച്ചും പേയും പറഞ്ഞോണ്ട് പോകുന്നത്? അത് അമ്മേ, ആ വായനശാലയുടെ വാർഷികത്തിന് ഞാനൊരു സ്ത്രീ വേഷം കെട്ടി. ആ വേഷം ഇട്ടുകൊണ്ട് അമ്മയെ കാണിക്കാൻ വരുന്ന വഴിക്ക് ഈ പെൺകുട്ടിയെ കണ്ടു. കളിതമാശയ്ക്ക് വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് രാജു പെണ്ണല്ല, ആളാണെന്ന്. അതാണ് ഇത്ര വലിയ ദേഷ്യം. ഓഹോ, അതാണോ സംഗതി? ആട്ടെ, നിങ്ങളുടെ ജോലിക്കാരി എന്തായി? അതില്ലാത്തതിന്റെ ബഹളമല്ലേ അമ്മേ ഈ കാണുന്നതെല്ലാം? കാശുണ്ടാക്കാൻ ഞങ്ങൾ അനുഭവിക്കുന്ന ക്ലേശം, ലേശം എങ്കിലും അമ്മ അറിയുന്നുണ്ടോ? ദാ ഉള്ളത് പറഞ്ഞേക്കാം. എനിക്കിങ്ങനെ വേറെ അടുത്ത് 3 തടിമാറന്മാരെ പോറ്റാൻ വയ്യ. എന്താ മനസ്സിലായോ? മനസ്സിലായി. എന്താ പോറ്റാൻ വയ്യ. പോയി 4 അണയ്ക്ക് ഉണക്കമീൻ മേടിച്ചോണ്ട്. രാധമ്മയോടെ പോന്നു. ഞാൻ നിങ്ങളുടെ പാർട്ടിക്ക്. പാർട്ടിക്ക് എന്നെയും ഭാര്യയും മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ പിന്നെ ആരാ? നിങ്ങളുടെ ബ്ലാക്ക് മാർക്കറ്റ് ഭാര്യയോ? നിന്റെ തൊഴിൽ അതല്ലായിരുന്നു പണ്ട്? ഒരു സ്വർണ്ണക്കടക്കാരൻ ചുട്ടിയാരും കൂടെ. അതെന്റെ ചൊണ. എടി ധർമ്മപത്നി സീതേ, ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷം അടി നിന്റെ ഈ ശ്രീരാമനുണ്ടല്ലോ മുണ്ടും തുണി കൊടുക്കാൻ തുടങ്ങിയത്. ഒരു നല്ല കാര്യത്തെ ഉറപ്പെടാൻ പോകുമ്പോഴാ വക്കാണോ വഴക്കും. ഇതുവരെ സകല സ്ഥലത്ത് നിങ്ങളെ ഈ കണ്ണാടി ഭൂതത്തിനല്ലേ കൊണ്ടുപോകാറുള്ളത്. അതുകൊണ്ട് ഇന്ന് ഞാനാ നിങ്ങളുടെ കൂടെ വരുന്നത്. വരണം, പോവാ. ഈ താടകം കൊണ്ട് മനുഷ്യന്റെ വെട്ടത്തിറങ്ങുന്ന ഇങ്ങേർക്ക് നാണക്കേടാ, അറിയാമോ? എന്നാലേ ഈ മാനക്കേട് എനിക്ക് ഇന്ന് അറിയണം. നിങ്ങൾ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? അങ്ങോട്ട് തുറന്നു പറയണില്ലെന്ന്. അവക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ പോകട്ടെ. നീ വിളിച്ചോണ്ട് പോടി ഇഷ്ടമുള്ളവനെ. ഞാൻ തന്തയ്ക്ക് പറഞ്ഞവളാടി. നിനക്ക് എന്നെ അറിയാമോ? നിനക്ക് എന്നെ അറിയാൻ വേണ്ടി പരസ്പരം കുത്തിച്ചാകനടി, എന്നിട്ട് എന്നെയും കൊല്ലും. ഈ പാമ്പും കീരിയും കാരണം പാർട്ടിക്കും പോകുന്നില്ല, കച്ചേരിക്കും പോകുന്നു.